കടന്നു വരുന്ന ചിന്തകൾ എന്റെ കച്ചവടത്തിന്റെ, എന്റെ സമ്പത്തിന്റെ, എന്റെ വീട്ടുകാരുടെ, എന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളാണ് എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് വളരെ പ്രയാസത്തോടുകൂടി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കുന്നുണ്ട്. എന്നാൽ ആ നമസ്കാരത്തിൽ ഖുശൂ കിട്ടേണ്ടുന്ന ഏതാനും പരമ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ നമുക്ക് സൂചിപ്പിക്കുവാനുണ്ട് മുഅ്മിനീകളെ. ഒന്നാമതായി നമ്മൾ അറിയേണ്ടത്, ജീവിതത്തിൽ ഭയഭക്തി കാത്തു സൂക്ഷിക്കുന്നവർക്ക് മാത്രമേ അവരുടെ നമസ്കാരങ്ങളിൽ അവർക്ക് ഖുശൂ ലഭിക്കുകയുള്ളൂ. എങ്ങനെ? സ്വന്തം ജീവിതത്തിലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് പടച്ച റബ്ബ് എന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധത്തോടുകൂടി ഖുശൂവോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് നമസ്കരിക്കുമ്പോൾ മുഅ്മിനീകളെ ഖുശൂ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിൽ തഖ്വയുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് പഠിപ്പിച്ചു, വത്തഖുല്ലാഹ വഅലമൂ തീർച്ചയായും നിങ്ങൾ അറിയണേ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മത പാലിക്കുന്നവരുടെ കൂടെയാണ്. മറ്റൊരു ഭാഗത്ത് പടച്ച റബ്ബ് പറഞ്ഞു, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. തഖ്വയുള്ള ആളുകളുടെ അരികിൽ നിന്ന് മാത്രമാണ് പടച്ച റബ്ബ് കർമ്മങ്ങളെ സ്വീകരിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മാന്യൻ എന്ന് പറഞ്ഞാൽ അവൻ തഖ്വ കൈവരിക്കുന്നവനാണ് എന്നാണ്. അപ്പൊ ഒന്നാമതായി നമ്മുടെ നമസ്കാരത്തിൽ പ്രിയപ്പെട്ടവരെ, വിശ്വാസികളെ, നമുക്ക് ഖുശൂ വേണമെങ്കിൽ ജീവിതത്തിൽ തഖ്വ കൈവരിച്ചാൽ നമസ്കാരത്തിലും നമുക്ക് ആ തഖ്വ കൈവരിക്കുവാൻ കഴിയുമെന്നുള്ളതാണ്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമസ്കാരത്തിലെ എല്ലാ കർമ്മങ്ങളും, എല്ലാ പ്രവർത്തനങ്ങളും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ നിർവഹിക്കുക എന്നുള്ളതാണ്. ഏതു മുതൽ? തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചത് മുതൽ സലാം വീട്ടുന്നത് വരെ അത് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്താ? സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കുക. എത്രയോ ആളുകളുണ്ട് മുഅ്മിനീകളെ, വിശ്വാസികളെ, തന്നിഷ്ടപ്രകാരം കർമ്മങ്ങളെ നീക്കിക്കൊണ്ടുപോകുന്നവര്. അവര് കൈകെട്ടുന്ന രീതി ശരിയല്ല, അവർ റുക്കൂ ചെയ്യുന്നത് ശരിയല്ല, സുജൂദിൽ അവരുടെ കൈവച്ചത് ശരിയല്ല, ഇഫ്തിറാശും അതുപോലെ തന്നെ തവറുക്കിന്റെ ഇരുത്തവും അവർക്ക് ഒരുപോലെയാണ്. ഇങ്ങനെ ഇതൊന്നും ശ്രദ്ധിക്കാതെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലാതെ കഴിയുന്ന ആളുകൾ അതുണ്ടാകാൻ പാടില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ നമസ്കാരം നമ്മളെ പഠിപ്പിച്ചത് അതുപോലെ നിർവഹിച്ചാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നമസ്കാരം നമുക്ക് ഖുശൂ ഉള്ളതാക്കി മാറ്റുവാൻ കഴിയുമെന്നുള്ളതാണ്. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്നറിയോ? നാം നിൽക്കുന്നത് റബ്ബിന്റെ മുമ്പിലാണ് എന്നുള്ള ഒരു പൂർണ്ണമായ ബോധം നമുക്കുണ്ടാകണം. ദുനിയാവിന്റെ വിഷയത്തില്, ഈ ദുനിയാവിന്റെ മേഖലകളിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ എത്ര സൂക്ഷ്മത കൈവരിക്കുന്ന ആളുകളാണ് നമ്മൾ, അല്ലേ? നമ്മൾ ഏതൊക്കെ മേഖലകൾ നമ്മൾ നേരിടുമ്പോഴും അതിനെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോഴും എല്ലാം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു സൂക്ഷ്മതയുണ്ട്. അതെങ്ങാനും പാടിപ്പോയാൽ, അതെങ്ങാനും മാറിപ്പോയാൽ എന്റെ മക്കൾക്കാണ് പ്രശ്നം വരിക, എന്റെ സമ്പത്തിനാണ് പ്രശ്നം വരിക, എന്റെ ജോലിക്കാണ് പ്രശ്നം വരിക എന്ന് നമ്മൾ ശ്രദ്ധിക്കൂലേ? എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോ എന്റെ റബ്ബിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള ബോധം നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമസ്കാരം നമ്മിൽ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ആ ഒരു ബോധം നഷ്ടപ്പെടാൻ പാടില്ല. എന്റെ റബ്ബ് ഞാൻ ജീവിതത്തിലൂടെ ചെയ്യുന്നതും ഞാൻ നിർവഹിക്കുന്നതും എന്റെ റബ്ബ് കാണുന്നുണ്ട് എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാകും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചില്ലേ, ഫഅഖ്ബിർനി അനിൽ
ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് താങ്കൾ അറിയിച്ചു തരണം. അവിടുന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി എന്താ? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നിനക്ക് അല്ലാഹുവിനെ കാണാൻ സാധ്യമല്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധമാണ്. പടച്ച റബ്ബിനെ നിനക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ആ റബ്ബ് എല്ലാം കൃത്യമായി കൊണ്ട് നിന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധം നിനക്കുണ്ടാവലാണ്. ആ ഒരു ബോധമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നമസ്കാരത്തിൽ നമുക്ക് അനിവാര്യമായിട്ട് വേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്തെന്നറിയോ? അല്ലാഹുവുമായിട്ടുള്ള ഒരു മുനാജാത്താണ് നമസ്കാരം. ഒരു അടിമ തന്റെ നാഥനുമായി കൊണ്ടുള്ള ഒരു അഭിമുഖ സംഭാഷണമാണ് നമസ്കാരത്തിലൂടെ നടക്കുന്നത് എന്നുള്ള ബോധം നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായാൽ നമ്മുടെ നമസ്കാരത്തിൽ നമുക്ക് ഖുശൂഉണ്ടാകും. അതില്ലെങ്കിലോ നമ്മൾ തോന്നിയ പോലെ നമസ്കരിക്കും, നമ്മൾ തോന്നിയ പോലെ പ്രവർത്തനങ്ങൾ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ഇന്ന അഹദകും ഇദാ ഖാമ ഫീ സ്വലാത്തിഹി, നിങ്ങൾ ആരെങ്കിലും അവന്റെ നമസ്കാരത്തിലൂടെ നിങ്ങൾ നിർവഹിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ നമസ്കാരത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫഇന്നഹു യുനാജി റബ്ബഹു, അവൻ തന്റെ രക്ഷിതാവുമായി കൊണ്ടുള്ള സംഭാഷണത്തിലാണ് എന്നാണ്. ഈ ഒരു ബോധം പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ സുഹൃത്തുക്കളെ, നമ്മൾ ഗൗരവത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏതൊരു ഇബാദത്ത് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമസ്കാരം, അല്ലാഹുവേ ഇതെന്റെ അവസാനത്തെ നമസ്കാരമായിരിക്കാം എന്നുള്ള ബോധത്തോടുകൂടി, ഇനി ഒരു പക്ഷേ എന്റെ റബ്ബിലേക്ക് മനസ്സറിഞ്ഞുകൊണ്ട് ഖുശൂഅോടുകൂടി പ്രാർത്ഥനകളുടെ അർത്ഥം അറിഞ്ഞുകൊണ്ട്, റബ്ബേ ഇനി എനിക്ക് നമസ്കരിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലോ, ഇതെന്റെ അവസാനത്തെ നമസ്കാരമാണെങ്കിലോ എന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ നമസ്കരിച്ചാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, വിശ്വാസികളെ, ആ നമസ്കാരത്തിൽ നമുക്ക് ഖുശൂ ഉണ്ടാകും എന്നുള്ളത് അല്ലേ? പക്ഷെ പലപ്പോഴും നമ്മുടെ വിചാരം എന്താ? നമ്മൾ തോന്നിയ പോലെ നമ്മൾ നമസ്കരിക്കുന്നു. എന്നിട്ട് ആ നമസ്കാരം കഴിഞ്ഞിട്ട് പോലും പടച്ചറപ്പിനോടൊന്നും പ്രാർത്ഥിക്കുവാനുള്ള മനസ്സുപോലും നമുക്കില്ല. അല്ലാഹുവേ എന്റെ നമസ്കാരം നീ സ്വീകരിക്കണമേ റബ്ബേ, ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് റബ്ബേ, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് റബ്ബേ, നീയാണ് സ്വീകരിക്കേണ്ടത് റബ്ബേ, എന്നിൽ നിന്ന് സ്വീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ മുഅ്മിനീങ്ങളെ? ആ രൂപത്തിൽ നമ്മൾ നമസ്കരിച്ചാൽ നമ്മുടെ നമസ്കാരത്തിൽ നമുക്ക് ഖുശൂ ഉണ്ടാകുട്ടോ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ആ നമസ്കാരത്തിലുടനീളം, ആ നമസ്കാരം കഴിയുന്നത് വരെ അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക, നമസ്കാരത്തിൽ ഉണ്ടാവുക.